നമുക്കിനി ബംഗ്ലാദേശിലേക്ക് ഒന്ന് പോകണം. ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന ഗൗരവതരമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തവണ ശരിയത്പൂർ ജില്ലയിൽ പുതുവത്സരാഘോഷത്തിനിടയിലാണ് ഹിന്ദു വിശ്വാസിയെ അക്രമികൾ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഖൊക്കോൺ ചന്ദ്രദാസ് ജീവനായി മല്ലടിക്കുകയാണ്. ഖൊക്കോണിനെ വലിയ മൂർച്ചയുള്ള ആയുധങ്ങൾ വെച്ച് ജനക്കൂട്ടം ആദ്യം ആക്രമിച്ചു. അതിനുശേഷം തീ കൊളുത്തി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീ കൊളുത്തിയതിനു ശേഷം ഖൊക്കോൺ സമീപത്തുള്ള ഒരു കുളത്തിലേക്ക് ചാടിയാണ് തീ അണച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കേർഭംഗ ബസാറിനടുത്തുള്ള ദാമുദ്യ പ്രദേശത്തായിരുന്നു സംഭവം. അജയ്, ഇതിപ്പോൾ മൂന്നാമത്തെ ആക്രമണമാണ് അല്ലേ അവിടെ ഹിന്ദു സമുദായ അംഗത്തിനെതിരെ? ലോകരാജ്യങ്ങളൊട്ടാകെ പ്രതിഷേധമുയർത്തിയിട്ടും ഇന്ത്യ തങ്ങൾ ഈ വിഷയത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമൊന്നും ഇതിന് ശമനമില്ല. ഇപ്പോഴും അവിടെ അസ്ഥിരതാവസ്ഥ തുടരുകയാണോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, അവിടെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഹിന്ദുക്കൾക്ക് നേരെ കൂട്ടമായിട്ട് ഒരു ജനക്കൂട്ടം, അക്രമാസക്തരായിട്ടുള്ള ജനക്കൂട്ടം പാഞ്ഞെടുത്ത് അങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഈ ചില സ്വകാര്യ വൈരാഗ്യങ്ങളുടെ പേരിൽ അതൊരു മോബ് അറ്റാക്കായി മാറ്റുന്നു. അത്തരം സംഭവങ്ങളാണ് പ്രധാനമായിട്ടും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദീപു ചന്ദ്രദാസിൻ്റെ കൊലപാതകം തന്നെയും അയാൾക്ക് ഫാക്ടറിയിൽ ഒരു സ്ഥാനക്കയറ്റം ഉണ്ടായതിൻ്റെ പേരിൽ ഈ അയാളുടെ സഹപ്രവർത്തകർക്കുണ്ടായിട്ടുള്ള ഒരു വൈരാഗ്യം കാരണമാണ് ഇത് പിന്നീട് ഒരു മോബ് അറ്റാക്ക് മറ്റൊരു നിലയിലേക്ക് എത്തിയത്. ഈ സഹപ്രവർത്തകരാണ് ഇയാൾ ഈ ഇസ്ലാം മതവിരുദ്ധത പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിലൊരു പ്രചരണം അവിടെ ഈ ആൾക്കൂട്ടം, പ്രകോപിതരായി നിന്ന ആൾക്കൂട്ടത്തിലേക്ക് പടർത്തുകയും ഇത് വലിയൊരു രീതിയിൽ ഇയാളെ തല്ലിക്കൊന്ന് ഈ കെട്ടിത്തൂക്കി കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിച്ചത്. പിന്നെ രണ്ടാമത്തെ സംഭവം പിന്നെ അമൃത് മൊണ്ടാൽ എന്ന് പറയുന്ന ഒരു യുവാവിനെതിരെയുള്ള ആക്രമണമായിരുന്നു. ഇയാൾ മണി ലോണ്ടറിംഗ് നടത്തി എന്നാരോപിച്ചാണ് നിരവധി ആളുകൾ ഇയാളെ കൂട്ടമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇത് മൂന്നാമത്തെ സംഭവമാണ്. ഈ പറയുന്ന ഖോക്കോൺ ചന്ദ്രദാസ് എന്ന് പറയുന്ന 50-കാരൻ, ഇയാൾക്ക് ഒരു ഭാര്യയും 3 മക്കളും ഉൾപ്പെടെയുണ്ട്. ഈ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇയാളുടെ കട രാത്രിയും തുറന്നിരുന്നു. ഇയാളൊരു കച്ചവടക്കാരനാണ്. അപ്പോൾ രാത്രി കട തുറന്നിരുന്നിട്ട് പിന്നീട് ആഘോഷങ്ങളെല്ലാം കെട്ടടങ്ങിയതിന് ശേഷം കട അടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ശരിയത്പൂർ ജില്ലയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പിന്നിൽ നിന്നെത്തിയ ഏതാനും അക്രമികളായിട്ടുള്ള യുവാക്കൾ ഇയാളുടെ ശരീരത്തിൽ പല ഭാഗത്ത് കുത്തി പരിക്കേൽപ്പിച്ചു. വയറ്റിൽ ആഴത്തിലുള്ള ഒരു കുത്തേറ്റിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ശരീരത്തിൽ പല ഭാഗത്ത് കുത്തി മുറിവേൽപ്പിച്ച ശേഷം ഈ അക്രമികൾ ആരാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തലയിലൂടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഇയാളെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ഈ ഖോക്കോൺ ചന്ദ്രദാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പെട്ടെന്നൊരു അയാൾ ധൈര്യം വീണ്ടെടുത്ത് സമീപത്തുള്ള ഒരു കുളത്തിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. ആദ്യം ഈ ശരീദ്പൂർ ജില്ലയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. എന്നാൽ ഈ പരിക്കുകൾ ഗുരുതരമായത് കാരണം ഇപ്പോൾ ധാക്കയിലുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർമാരുൾപ്പെടെ ഇയാളുടെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇയാളുടെ ഭാര്യയായിട്ടുള്ള സീമാദാസിനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സീമാദാസ് പറയുന്നതനുസരിച്ച് തങ്ങൾക്ക് ആരുമായിട്ടും വൈരാഗ്യമില്ല, തങ്ങൾ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഇത് ഇത്തരത്തിൽ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കൾക്കെതിരെയുള്ള വിരോധം ആ ഒരു സംഭവം കാരണമാണ് ഇത്തരമൊരു ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ നിലവിലുള്ള പ്രാഥമികമായിട്ടുള്ള സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ദീപു ചന്ദ്രദാസിൻ്റെ കൊലപാതകം ഉൾപ്പെടെ ഏതാണ്ട് 20-ലധികം പേർ ഇപ്പോൾ അറസ്റ്റിലാണെങ്കിൽ പോലും ആ സംഭവത്തിൽ മറ്റ് പുരോഗതികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് പല പോലീസുകാരും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെ പിടികൂടി, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പിടികൂടി അക്രമികൾക്ക് കൈമാറുന്ന ഒരവസ്ഥയും അവിടെ ഉണ്ടാകാറുണ്ട് എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളും പല ഭാഗത്തുമുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന അന്വേഷണങ്ങൾക്കെതിരെയും വ്യാപകമായിട്ടുള്ള വിമർശനവും ശക്തമാണ്. അതാണ് സാഹചര്യം. ഏതായാലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ തുടരുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമമാണ് അതിൽ ഗൗരവതരമായുള്ളത്. മൂന്നാമത്തെ യുവാവാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത്.